സ്വാഗതം. മത്തായി 18:20. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ജെറമിയ 17:4. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. ഈശോയുടെ പറഞ്ഞു, അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. 2 മക്ബായർ 6:16 പറയുന്നു, അവിടുന്ന് തന്റെ കാരുണ്യം ഒരിക്കലും നമ്മിൽ നിന്ന് പിൻവലിക്കുന്നില്ല. വിപത്തുകൾ കൊണ്ട് നമുക്ക് ശിക്ഷണം തന്നാലും അവിടുന്ന് സ്വജനത്തെ കൈവെടിയുകയില്ല. നിന്റെ രോഗങ്ങൾ ഞാൻ സൗഖ്യമാക്കുന്നു. ഈശോ രക്തസ്രാവക്കാരി സ്ത്രീയെ സുഖപ്പെടുത്തുന്ന അങ്ങനെയാണ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ്. 12 വർഷത്തോളം രക്തസ്രാവത്തിന് പല വൈദ്യന്മാരെ കണ്ട് മരുന്ന് വാങ്ങിച്ച് അവൾക്ക് രോഗം സുഖപ്പെട്ടില്ല. ഈശോ അതിലെ വന്നെന്ന് കേട്ടപ്പോൾ അവൾ ഓടിച്ചെന്നു. പുരുഷാരങ്ങള് ചുറ്റും കൂടി നിൽക്കുമ്പോൾ ധാരാളം ജനങ്ങളുണ്ടായിരുന്നു. ഈ ശിഷ്യന്മാരും ഈ ജനങ്ങളെല്ലാം ചുറ്റിക്കൂടി നിൽക്കുമ്പോൾ ഇവൾ ഈശോയുടെ വിളുമ്പിൽ സ്പർശിച്ചു. അപ്പോൾ ഈശോയ്ക്കും മനസ്സിലായി എന്നിൽ നിന്ന് ശക്തി ഒഴുകിയിരിക്കുന്നുവെന്ന്. ഈശോ ചോദിച്ചു, ആരാണ് എന്നെ സ്പർശിച്ചത്? അപ്പോൾ ഈ രക്തസ്രാവക്കാരി പറഞ്ഞു, മറയ്ക്കാൻ സാധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൾ വിറയിലൂടെ വന്ന് യേശുവിന്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അവൾ പറഞ്ഞു, ഞാനാണ് ഈശോയെ സ്പർശിച്ചത്. 12 വർഷമായിട്ട് ഞാൻ രക്തസ്രാവമുള്ളവളാണ്. പല ഡോക്ടേഴ്സിനെ ഞാൻ കണ്ടിട്ട് എനിക്ക് സൗഖ്യം കിട്ടിയില്ല. നിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ സ്പർശിച്ച ആ നിമിഷം തന്നെ എനിക്ക് സൗഖ്യം കിട്ടി. ഈശോ അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക. ഈ നിമിഷം ജായിറോസ് എന്ന സിനഗോഗ അധികാരിയുടെ മകളും ആസന്നമരണയായിരുന്നു. സിനഗോഗ അധികാരി ജായിറോസെ യേശുവിനെ കണ്ട് മകളെ ഒന്ന് സുഖപ്പെടുത്താൻ യേശുവിന്റെ അടുത്ത് വന്നു. ഈ വിവരം യേശുവിനോട് പറഞ്ഞുകൊണ്ട് നിൽക്കെ തന്നെ സിനഗോഗ അധികാരിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നു പറഞ്ഞു, ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട, നിന്റെ മകൾ മരിച്ചുപോയി. പക്ഷേ ഈശോ പറഞ്ഞു, എന്റെ കൂടെ വരിക. ഈശോ സിനഗോഗ അധികാരികളുടെ കൂടെ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവരെ കൂട്ടിച്ചെന്നു. പത്രോസും യാക്കോബും യോഹന്നാനും ഈശോയും സിനഗോഗ അധികാരിയായ ജായിറൂസും എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ പിതാവും മാതാവും അല്ലാതെ ആരെയും അകത്ത് പ്രവേശിക്കുവാൻ ഈശോ അനുവദിച്ചില്ല. ഈശോ ഈ ബാലികയുടെ അടുത്ത് ചെന്നിട്ട് അവളോട് പറഞ്ഞു, ബാലികയെ എഴുന്നേൽക്കുക. തൽക്ഷണം അവൾ എഴുന്നേറ്റിരുന്നു. അവൾക്ക് ജീവൻ തിരിച്ചു വന്നു. ഈശോ അവളുടെ മാതാപിതാക്കളോട് പറഞ്ഞു അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ. അവര് കൊണ്ടുവന്ന് അവൾക്ക് ഭക്ഷണം കൊടുത്തു. അവൾ ഭക്ഷണം കഴിച്ചു. ഈശോ അന്ന് തന്നെ 2 അത്ഭുതം വർഷിച്ചു. 1, രക്തസ്രാവക്കാരി സ്ത്രീയെ ഈശോയുടെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ സ്പർശിച്ചപ്പോൾ സൗഖ്യം പ്രാപിച്ചു. 2, ഈശോ ജായിറൂസിന്റെ വീട്ടിലേക്ക് വന്ന് മരിച്ച ബാലികയെ ഉയർപ്പിച്ചു. മരിച്ചവരെ പോലും ഉയർപ്പിക്കാൻ കഴിവുള്ള നമ്മുടെ കർത്താവ് ഇന്നും മരണാവസ്ഥയിലായിരിക്കുന്നവരെയും മരിച്ചവരെയും രോഗികളെയും ഒക്കെ ഇന്നും സുഖപ്പെടുത്തുന്നുണ്ട്. വിശ്വസിച്ചാൽ മാത്രം മതി. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന്. നമുക്ക് ഈശോയുടെ അമ്മയോട് ചേർന്ന്, ഈശോ നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയോടൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ നമ്മൾക്ക് വേണ്ടി ഈശോയുടെ മധ്യസ്ഥം വഹിക്കും. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ അമ്മയെ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.